वीणावादिनी महातपस्विनी, वो है शिव की शक्ति। चरणों में जगह मांगी थी, हमें दिल में बसा लिया। चरणों में जगह मांगी थी, हमें दिल में बसा लिया। थे एक नजर के प्यासे, नजरों में समा लिया। आपका शुक्रिया, आपका शुक्रिया, आपका शुक्रिया, आपका शुक्रिया। वरदान भरी दृष्टि से हमें बनाया त्रिकालदर्शी। वरदान भरी दृष्टि। ഓം ശാന്തി. ഇന്ന് നമുക്ക് ഗാസിയാബാദിൽ നിന്ന് ബ്രഹ്മകുമാരി സുദേശ് ബെൻജി അനുഭവം പറയിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കൾ വൈഷ്ണവ മാതാവിൻ്റെ ഭക്തിയിൽ വൈഷ്ണവി മാതാവിൻ്റെ പൂജ ചെയ്തിരുന്നു. അവർ എല്ലാ വർഷവും 3-4 തവണ വൈഷ്ണവദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥയാത്ര നടത്താറുണ്ടായിരുന്നു. ഇപ്രകാരം വീട്ടിൽ ഭക്തി പൂജയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നതിനാൽ ശക്തി ആരാധന സംസ്കാരം എന്നിലും ഉണ്ടായിരുന്നു. ഞാനും പ്രായമായപ്പോൾ വൈഷ്ണവ മാതാ ഭക്തയായി ചിന്തിക്കാറുണ്ടായിരുന്നു, ഞാൻ എനിക്കും ഒരു ദേവിയായി മാറണം. എന്നാൽ എങ്ങനെയാകും എന്നറിയുമായിരുന്നില്ല. ഞാനെൻ്റെ ലൗകിക പിതാവിനോട് ചെറുപ്പത്തിൽ ചോദിച്ചിരുന്നു, എനിക്കും വൈഷ്ണവി ദേവിയെ പോലെ ആകാൻ കഴിയുമോ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, നീ സത്യമായ ഹൃദയത്തോടെ ദേവിയുടെ പൂജ ചെയ്യുകയാണെങ്കിൽ അതുപോലെ ആയിത്തീരാൻ കഴിയും. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് ഈ ഒരേയൊരു ചിന്തയെ വരുമായിരുന്നുള്ളൂ, ഞാൻ ദേവിയായി മാറും. അങ്ങനെയുള്ള സങ്കല്പം ധാരാളം ഉണ്ടായിരുന്നു എനിക്ക്. ഒരിക്കൽ സ്വപ്നത്തിൽ ദേവി മാതാവിൻ്റെ സാക്ഷാത്കാരവും കിട്ടി. ഒരു മനോഹരമായ മുറി, അവിടെ ചുവപ്പ് വെളിച്ചം. ഞാൻ ആ മുറിയിലേക്ക് ചെന്നു. അവിടെ ഒരു വെളുത്ത ഗദി, വെളുത്ത കിടക്ക, വെളുത്ത കസേര, അതിലൊരു വെള്ള വേഷധാരി മമ്മയും ഇരുന്നിരുന്നു. ഞാൻ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവർക്ക് നേരെ അടുത്ത് ചെന്നു. മമ്മ എനിക്ക് സ്നേഹം നിറഞ്ഞ ദൃഷ്ടി തന്ന് സ്നേഹത്തോടെ ചോദിച്ചു, ഇവിടെ താമസിക്കാൻ താല്പര്യമുണ്ടോ? ഈ വാക്കുകൾ കേട്ട പാടെ എൻ്റെ കണ്ണുകളിൽ അശ്രുക്കൾ നിറയുകയും ഞാൻ മമ്മയുടെ നേരെ നോക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്തു. അല്പസമയത്തിന് ശേഷം മമ്മ എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, മോളെ, നീ വേഗം വരും. ഇപ്രകാരം ഞാൻ ശക്തി സ്വരൂപസ്ഥിതിയുടെ സാക്ഷാത്കാരം ചെയ്തു. ആ ദൃശ്യം എൻ്റെ കണ്ണുകളിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു.
അപ്പോൾ മുതൽ ഞാൻ മനസ്സാ മമ്മയെ ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു. സാക്ഷാത്കാരം കിട്ടിയപ്പോൾ മുതൽ. അവസാനം ആ ദിനം വന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം 1947 എൻ്റെ കുടുംബം ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. എൻ്റെ ലൗകിക കുടുംബം ഡൽഹി സബ്ജി മണ്ടിയിലാണ് താമസിച്ചിരുന്നത്. സാക്ഷാത്കാരത്തിൽ കണ്ട മമ്മയുടെ അതേ രൂപം എനിക്കിടയ്ക്കിടയ്ക്ക് ഓർമ്മ വരാറുണ്ടായിരുന്നു. എന്നെ മമ്മ എപ്പോഴാണ് വിളിക്കുന്നതെന്ന് ആ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടേ നടന്നു. കാത്തിരിക്കുക ദിനം വന്നെത്തി. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അതിരാവിലെ ഞാൻ യമുന നദിക്കരയിലൂടെ നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ വെള്ള വസ്ത്രധാരി സഹോദരിമാർ ഇരിക്കുന്നത് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആധ്യാത്മിക ജ്ഞാന ചർച്ച നടന്നുകൊണ്ടിരുന്നു. അവരെ കണ്ട് ഞാൻ അവരോടൊപ്പം ചെന്നിരുന്നു. അവർ എൻ്റേതാണെന്ന് തന്നെ എനിക്ക് അതിയായ ഒരു ആകർഷണ ഹൃദയത്തിൽ അനുഭവപ്പെട്ടു. ഞാൻ അവരോടൊപ്പം തന്നെ ഇരിക്കും എന്ന ചിന്തയും എനിക്കുണ്ടായി. എൻ്റെ വീടിനടുത്തുള്ള ഒരു ധർമ്മശാലയിലാണ് അവർ താമസിച്ചിരുന്നത്. ഞാൻ ഇടയ്ക്കിടെ അവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഈ സഹോദരിമാരുടെ അടുത്ത് മുൻപ് സാക്ഷാത്കാരത്തിൽ കണ്ട ജഗദംബ മാതാ തപസ്യയിലിരിക്കുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ ചിത്രം കണ്ടു. ഞാൻ ആ സഹോദരിമാരോട് ചോദിച്ചു, ഈ മാതാവ് ഇപ്പോൾ എവിടെയാണ്? എന്താ താങ്കൾക്ക് ഇവരെ അറിയുമോ? ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളുടെ യജ്ഞമാതാവാണ്. എനിക്ക് സന്തോഷമായി. ഇനി എനിക്ക് ദേവി മാതാവിനെ കാണാമല്ലോ. അങ്ങനെ 3 വർഷം കഴിഞ്ഞു. മനസ്സിൽ എന്താഗ്രഹം ഉണ്ടായിരുന്നോ അതിൻ്റെ പ്രാപ്തിയുടെ ദിവസവും വന്നെത്തി. 1954 മമ്മ ഡൽഹിയിലെത്തി. അപ്പോഴേക്കും ഡൽഹിയിൽ കമലാനഗർ സേവാ കേന്ദ്രം തുറന്നിരുന്നു. മമ്മ ആ കേന്ദ്രത്തിലാണ് വന്നത്. എൻ്റെ മനസ്സ് അതീന്ദ്രിയ സുഖത്താൽ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. മമ്മയെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ മാലയും ബൊക്കയും ഒക്കെയായി നിൽക്കുകയായിരുന്നു. മമ്മ വണ്ടിയിൽ നിന്നിറങ്ങിയ പാടെ ഞാൻ മമ്മയ്ക്ക് മാല അണിയിച്ചപ്പോൾ മമ്മ എൻ്റെ പേരെടുത്ത് വിളിച്ചു, സുധീഷ്, എന്തൊക്കെയുണ്ട്? ആഗ്രഹിച്ചത് ലഭിച്ചില്ലേ? മമ്മ ചോദിച്ചു. ആ സമയം സ്നേഹമയും ശക്തി സ്വരൂപയുമായ മാതാവ് എനിക്ക് ദൃഷ്ടി തന്നുകൊണ്ടിരുന്നു. എൻ്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. എന്തെന്നാൽ ഏത് മാതാവിനെയാണോ ഞാൻ സാക്ഷാത്കാരത്തിൽ കണ്ടത് അതേ മാതാവിനെ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഈശ്വരീയ വിദ്യാഭ്യാസം ഞാൻ ഒരിക്കലും നിർത്തിയിട്ടില്ല. എത്ര സമയം കിട്ടുന്നോ അത്രയും സമയം ഞാൻ സെൻട്രലിൽ തന്നെ താമസിച്ചു. വിഗ്രഹങ്ങൾ പലതും വന്നു, പക്ഷെ ഞാൻ തോറ്റില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ലൗകിക കുടുംബത്തോട് ചിലർ ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തെക്കുറിച്ച് വിപരീതമായും എന്നെക്കുറിച്ച് പല തെറ്റായ കാര്യങ്ങളും പ്രചരിപ്പിച്ചു. ജ്ഞാനത്തിൽ വരുന്നതിന് 1 വർഷം മുമ്പ് എൻ്റെ പിതാവ് ശരീരത്യാഗം ചെയ്തിരുന്നു. അതിനാൽ സഹോദരന്മാർ ഈ സ്ഥാപനത്തിൽ പോകുന്നത് എന്നെ വിലക്കി. എൻ്റെ സഹോദരന്മാർ പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം, ഈ ലോകത്തിലെ നിയമങ്ങളൊക്കെ പാലിക്കണം. അതിനാൽ ജീവിതം മുഴുവൻ വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആർക്കും ഈ ലോകത്തിൽ കഴിയില്ല. അതിനാൽ താങ്കൾ അവിടെ പോകരുത് എന്ന് സഹോദരന്മാരെല്ലാവരും ചേർന്ന് എന്നെ ഉപദേശിച്ചു. പക്ഷേ ഞാൻ സെൻറ്ററിൽ പോകുമായിരുന്നു. അപ്പോൾ ഉടനെ അവർ പ്ലാനിട്ടു, എത്രയും വേഗം ഇവളെ വിവാഹം കഴിച്ച് അയക്കണം, അപ്പോൾ ഈ കുട്ടി ശരിയാവും. പക്ഷേ എൻ്റെ മുഴുവൻ ലഹരിയും ഭഗവാനോടൊപ്പമായിരുന്നു. അങ്ങനെ പല പ്രകാരത്തിലുള്ള വിഘ്നങ്ങളും അവർ സൃഷ്ടിച്ചെങ്കിലും
ഞാൻ ഒരിക്കലും ബാബയുടെയും മമ്മയുടെയും കൂട്ടുകെട്ട് ഉപേക്ഷിച്ചില്ല. പരീക്ഷകളെല്ലാം തരണം ചെയ്ത് ഞാൻ 1956 പൂർണ്ണമായും ഈശ്വരീയ സേവനത്തിന് സമർപ്പിതയായി. കുറച്ച് ദിവസം മമ്മയും ബാബയും ഡൽഹി രജോരി ഗാർഡൻ സെൻറ്ററിൽ താമസിച്ചപ്പോൾ ഞാനും അവിടെ തന്നെ താമസിച്ചു. അവിടെ വെച്ച് മമ്മ എന്നെ ഈശ്വരീയ നിയമങ്ങൾ പാലിക്കാൻ പഠിപ്പിച്ചു. മറ്റുള്ളവർക്ക് കോഴ്സ് എടുത്തു കൊടുക്കാനും പഠിപ്പിച്ചു. ദുശീലങ്ങൾ ബലികഴിപ്പിച്ച് ദുഃഖമകറ്റുന്ന സുഖദായിയായ മാതാവായിരുന്നു മമ്മ. ഞാൻ ആദ്യമായി കോഴ്സ് എടുത്തത് ഒരു വൃദ്ധ സഹോദരനായിരുന്നു. ആ സഹോദരൻ നന്നായി മദ്യപിക്കുന്ന ആളായിരുന്നു. മദ്യം കഴിക്കാതിരിക്കാൻ അയാൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു ദിവസം അതിരാവിലെ മമ്മയുടെ മുരളി നടക്കുകയായിരുന്നു. പെട്ടെന്ന് ക്ലാസ്സിലേക്ക് വന്നു. ശ്രദ്ധയോടെ മുരളി കേൾക്കാൻ തുടങ്ങി. അവസാനം അയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, മമ്മ എനിക്ക് മാപ്പ് തരൂ. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ കരയാൻ തുടങ്ങി. മമ്മ ആ ആത്മാവിന് സ്നേഹപൂർവ്വം ദൃഷ്ടി കൊടുത്തു. മമ്മയുടെ ആത്മാവ് മാപ്പ് അപേക്ഷിച്ചു. തൻ്റെ ഈ ദുർബലത മമ്മയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ഈ ദുശീലത്തിൽ നിന്ന് മുക്തമാക്കൂ മമ്മ. അതോടെ ആ വ്യക്തി പരിവർത്തനപ്പെടുകയും ചെയ്തു. സ്നേഹമയി മമ്മ ദൃഷ്ടി നൽകി ശുഭഭാവനയും കൊണ്ട് സർവരുടെയും കഷ്ടപ്പാടുകൾ പൂർത്തീകരിച്ചിരുന്നു. ഞാൻ 6 മാസം മധുബനിൽ താമസിക്കുകയും അവിടെ വെച്ച് മമ്മ എന്നെ തൻ്റെ മധുരമായ ശിക്ഷണങ്ങളാൽ നിർഭയതയുടെയും സത്യതയുടെയും ഗുണങ്ങൾ പഠിപ്പിച്ചു. മമ്മ പറയുമായിരുന്നു, യജ്ഞമാതാപിതാവിനോട് സത്യമായിരിക്കുന്നതിലൂടെ തൻ്റെ ജീവിതം ശ്രേഷ്ഠമാക്കാം. അങ്ങനെ നമ്മുടെ മാതേശ്വരി എല്ലാ തരത്തിലുമുള്ള പാഠങ്ങൾ തന്നുകൊണ്ടിരുന്നു. ഓരോ സഹോദരിമാരുടെയും ഓരോ വിശേഷ അനുഭൂതികളല്ലേ. എങ്ങനെ മമ്മ ഓരോ തരത്തിലുള്ള ആത്മാവിനെയും ബന്ധനമുക്താക്കി ഓരോരുത്തരെയും എങ്ങനെയെല്ലാം പാലിച്ചു അല്ലേ. ഈശ്വരീയ പാലനയുടെ ഓരോ മുഖങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഓരോ ആത്മാക്കളും ബാബയുടെ അടുത്ത് എത്തിയിരിക്കുന്നത് അല്ലേ. അടുത്തത് സർല ദീദി, അഹമ്മദാബാദിലെ. അപ്പം ദീദി ഇല്ലല്ലോ. അഹമ്മദാബാദിൽ സർല ദീദിയായിരുന്നു ഗുജറാത്ത് സോണിൻ്റെ ഇൻചാർജ്. ദീദിയാണ് മമ്മയുടെ കൂടെയുള്ള അനുഭവം പറയണം. ഗുരുമുഖി എഴുതാനും വായിക്കാനും അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. ഗുരുമുഖി ഒരു ഭാഷയാണല്ലോ. അഹമ്മദാബാദിൽ നിന്ന് സർല ദീദി മമ്മയെക്കുറിച്ചുള്ള തൻ്റെ അനുഭവങ്ങൾ പറയുകയാണ്. മധുരമായ മമ്മയുമായുള്ള മധുരമിലനം ഈ ജീവിതത്തിൽ സാധ്യമാകുകയും ആ അലൗകിക അനുഭവത്തിൻ്റെയും പ്രാപ്തിയുടെയും വർണ്ണന ചെയ്യുന്നത് എനിക്ക് അലൗകിക ആനന്ദത്തിൻ്റെ അനുഭവം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അനുഭവങ്ങൾ സ്മരിക്കുന്നതും പറയുന്നതും തന്നെ മധുരമായ ഒരു അനുഭവമാണെന്ന് പറയണ ദീദി. 52 വർഷം മുമ്പ്, ഇപ്പോൾ വർഷങ്ങൾ മാറിയല്ലോ, ബോംബെയിലെ മാട്ടുങ്കയിൽ എൻ്റെ അയൽപ്പക്കത്ത് ബ്രഹ്മകുമാരി സഹോദരിമാർ വന്നിരുന്നു. അതിൽ ബ്രിജീന്ദ്ര ദാദിയാണ് ഞാൻ ആദ്യം കണ്ടത്. ബ്രിജീന്ദ്ര ദാദി ഹോളി ആഘോഷിക്കുന്നതിന് വേണ്ടി അബുവിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ദാദി എൻ്റെ ലൗകിക മാതാവിനെയും മുതിർന്ന സഹോദരിയെയും കൂട്ടിക്കൊണ്ടുപോയി അബുവിലേക്ക്. അവർ ആശ്രമത്തിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ SSCക്ക് പഠിക്കുകയായിരുന്നു, പഠിത്തം പൂർത്തിയാക്കുകയായിരുന്നു.
മധുബനിലേക്ക് ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവരോടൊപ്പം അബുവിലേക്ക് ഞാനും പുറപ്പെട്ടു. അക്കാലത്ത് കോട്ട ഹൗസിലും ധോൽപൂർ ഹൗസിലുമായിരുന്നു ആശ്രമം. പിതാശ്രീ ആരാണെന്നും മാതേശ്വരി ആരാണെന്നും നമ്മുടെ ബന്ധം അവരോടൊപ്പം എന്താണെന്നൊന്നും എനിക്കറിയുമായിരുന്നില്ല. അവിടെ ചെന്നപ്പോൾ ഒരു പീഠത്തിൽ പിതാശ്രീയും മറ്റൊന്നിൽ മാതേശ്വരിയും ഇരിക്കുന്നത് കണ്ടു. അക്കാലത്ത് ഭാരതത്തിൽ ആകെ 5 or 6 സേവാ കേന്ദ്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എത്ര? ഇന്ത്യയിലാകെ 5 or 6 സെൻറ്റർ. ഈ കേന്ദ്രങ്ങളിൽ നിന്നും വളരെ കുറച്ച് സഹോദരി സഹോദരന്മാർ ഹോളി ആഘോഷിക്കാൻ അബുവിലെത്തിയിരുന്നു. ബാബയും അമ്മയോടും ഒപ്പം ഞങ്ങൾ ഹോളി ആഘോഷിക്കുകയും വളരെയധികം ഞങ്ങൾ സന്തോഷിക്കുകയും ചെയ്തു. മമ്മ സാധനാ ദേവിയായിരുന്നു, മാതൃദേവിയും. ഒരു കന്യകയായിരുന്നെങ്കിലും മമ്മ പുരുഷാർത്ഥം ചെയ്ത് മാതേശ്വരിയും യജ്ഞമാതാവും ആയി ആധ്യാത്മിക ജീവിതത്തിൽ ഉന്നതി പ്രാപ്തമാക്കി. മമ്മയെ കണ്ട് എനിക്കും അതുപോലെ ആയിത്തീരണമെന്ന് പ്രേരണ ലഭിച്ചു. ബാബ എന്നോട് തമാശയായി ചോദിച്ചിരുന്നു, കുഞ്ഞേ, മമ്മയെപ്പോലെ ആകണോ? എങ്കിൽ മമ്മയുടെ വാലിൽ പിടിച്ച് തന്നെ ജീവിച്ചോളൂ എന്ന് ബാബ തമാശയ്ക്ക് പറയുമായിരുന്നു. എന്ന് വെച്ചാൽ മമ്മയെ മാതൃകയാക്കി ജീവിക്കൂ. പറയാറുണ്ടല്ലോ, കാമധേനുവിൻ്റെ വാലിൽ പിടിച്ച് സംസാര സാഗരം നീന്തിക്കടക്കാം. അതുപോലെ താങ്കൾക്കും മമ്മയെ പോലെ ആകണമെങ്കിൽ മമ്മയുടെ വാലിൽ പിടിച്ചോളൂ. അർത്ഥം എന്താ? മമ്മ ചെയ്യുന്നത് പോലെ ഓരോ കർമ്മങ്ങളും അനുകരിച്ച് ചെയ്തോളൂ. ഭഗവാൻ പോലും പെർമിഷൻ തന്നിട്ടുണ്ട് 2 പേരെ അനുകരിക്കാൻ. ആരെയൊക്കെ? ബ്രഹ്മബാബയെയും മമ്മയെയും. മമ്മ സംഗീത വിദ്യയിൽ പ്രവീണയായിരുന്നു. വളരെ പ്രതിഭാശാലി വ്യക്തിത്വമായിരുന്നു മമ്മയുടേത്. രാത്രി മുഴുക്കെ ഇരുന്ന് യോഗം ചെയ്ത് വിശേഷ പുരുഷാർത്ഥം ചെയ്യാറുണ്ടായിരുന്നു മമ്മ. ഉണർന്നിരുന്ന് യോഗം ചെയ്യുക രാത്രി മുഴുവൻ. പുരുഷാർത്ഥത്തിനോട് അവർക്ക് വളരെയധികം ലഹരിയും താല്പര്യവുമായിരുന്നു. ഇക്കാരണങ്ങളാൽ എനിക്ക് മമ്മയെപ്പോലെ ആകണമെന്ന പ്രേരണ ഉണ്ടായി. ബാബ മമ്മയെ വിളിക്കുകയോ എന്തെങ്കിലും സേവനം ചെയ്യാൻ പറയുകയോ ചെയ്താൽ മമ്മയുടെ വായിൽ നിന്ന് 2 വാക്കുകളെ പുറപ്പെടുമായിരുന്നുള്ളൂ. ജി ബാബ, ശരി ബാബ. ഈ 2 വാക്കുകൾ ബാബയോടുള്ള മമ്മയുടെ ബഹുമാനവും സ്നേഹവും നിറഞ്ഞതായിരുന്നു. അത് കേൾക്കുന്നവർക്ക് ആ ശബ്ദം മന്ത്രോച്ചാരണം പോലെ തോന്നിയിരുന്നു. മമ്മ ജി ബാബ എന്ന് പറയണത്. ദൈവിക സഭ്യത സംസ്കാരം നിറയ്ക്കുന്ന ആദിശക്തിയായിരുന്നു മമ്മ. ആദിപരാശക്തി എന്നൊക്കെ പറയില്ലേ. പരസ്പരം സംസാരിക്കുമ്പോൾ വളരെ മൃദുവായ ശബ്ദത്തോടെ ആയിരിക്കണം സംസാരിക്കേണ്ടത് എന്ന് മമ്മ എപ്പോഴും പറയുന്നു. മൃദുവായ ശബ്ദത്തിൽ വേണം 2 പേര് തമ്മിൽ സംസാരിക്കാൻ. 2 പേർ സംസാരിക്കുമ്പോൾ മൂന്നാമതൊരാൾ കേൾക്കാൻ കൂടാൻ പാടില്ല. 2 പേര് തമ്മിൽ എന്തെങ്കിലും പേഴ്സണലായിട്ട് കൈമാറുമ്പോൾ മൂന്നാമത്തെ ആൾ പോയിരുന്ന് കേൾക്കരുത്. ഇതും മമ്മ ഞങ്ങളെ പാഠം പഠിപ്പിച്ചിരുന്നു. മമ്മയുടെ നടത്തം തന്നെ പ്രത്യേകമായിരുന്നു. മമ്മ വരുന്നതും പോകുന്നതും ആർക്കും അറിയാനേ കഴിയുമായിരുന്നില്ല. മമ്മ പറഞ്ഞിരുന്നു, മക്കളെ, നമ്മുടെ നടത്തം പോലും ഭൂമിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലായിരിക്കണം. ചിലർ പക്ഷേ രാവണൻ നടക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നടക്കും. പുരാണങ്ങളിൽ പറയുന്നുണ്ട്, രാവണൻ നടക്കുമ്പോൾ ഭൂമി ഇളകുകയും വിറകൊള്ളുകയും ചെയ്യുമായിരുന്നു എന്ന്. എന്നിട്ട് മമ്മ പറയും, മക്കളെ, നമ്മൾ ദേവതകളല്ലേ, അതുകൊണ്ട് നമ്മുടെ ചലനങ്ങളും ദേവതകളെ പോലെ ആയിരിക്കണം. പരസ്പരം എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്നും അമ്മ പഠിപ്പിച്ചിരുന്നു. ഞാൻ ബോംബെയിൽ താമസിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് എൻ്റെ മാതാമഹിയുടെ വീടുണ്ടായിരുന്നു.
ആരെയെങ്കിലും വിളിക്കണമെങ്കിൽ ഞങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഉച്ചത്തിൽ വിളിക്കുമായിരുന്നു. ഇവിടെ വരൂ, ഇത് കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. പരസ്പരം ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി വിളിക്കരുത്. ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് വിളിക്കണം. താങ്കളോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വരൂ എന്നാണ് പറയേണ്ടതെന്നും അമ്മ ഒരിക്കൽ ക്ലാസ് എടുത്തു തന്നു. ഇപ്രകാരം ശാന്തതയോടെ, സ്നേഹത്തോടെ, മൃദുവായ ശബ്ദത്തിൽ വേണം സംസാരിക്കാൻ. അമ്മ പറയുമായിരുന്നു, താങ്കൾ ദേവതകളാകുന്നവരാണ്. ദേവതകളാകുന്നവർ ഒരിക്കലും ഉച്ചത്തിൽ ചിരിക്കില്ല, സംസാരിക്കില്ല, ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നടക്കുകയുമില്ല. എല്ലാ കാര്യങ്ങളും മൃദുവായി ശാന്തമായി ചെയ്യും. അതിനാൽ താങ്കളുടെ ചലനങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം. നിങ്ങളെ ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ അവരെ സ്നേഹത്തോടെയും സംയമനത്തോടെയും. മമ്മ പറയും, നോക്കൂ കുട്ടികളെ, ഇങ്ങനെ പറയരുത്, ഇങ്ങനെയല്ല. മമ്മ പറയുമായിരുന്നു, നിങ്ങളെ ആരെങ്കിലും ഉപദേശിക്കാൻ വരുമ്പോൾ അവരോട് വളരെ സ്നേഹത്തോടെ സംയമനത്തോടെ പെരുമാറണം. അപ്പോൾ അവരോട് പറയരുത്, ഏയ് ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ പറയും പോലെയൊന്നും അല്ല എന്നെടുത്തടിച്ച് മറുപടി പറയരുതെന്ന് മമ്മ പറയുമായിരുന്നു. ഒരാൾ ഉപദേശം തരാൻ, കറക്ഷൻ തരാൻ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയല്ല, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെയൊന്നും ഉടൻ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയരുത്. മമ്മ പറഞ്ഞിരുന്നു, നോക്കൂ കുട്ടികളെ, ഒരു പക്ഷേ താങ്കൾ ചെയ്യാത്തൊരു കാര്യമാണ് അവർ താങ്കളെ ഉപദേശിക്കുന്നതെങ്കിലും അക്കാര്യം ഉടൻ പറയരുത്. കാരണം താങ്കൾക്ക് അവരിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന ഉപദേശം എന്താണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഭാവിയിൽ താങ്കൾക്ക് ഉപയോഗപ്പെടുന്നതാണ്. ഇപ്പോൾ ഉടൻ മുഖത്തടിച്ച് താങ്കൾ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അവരിലൂടെ ബാബ താങ്കൾക്ക് എന്താണ് ഉപദേശം തരുന്നത് അത് ഭാവിയിൽ ഉപയോഗപ്പെടുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ താങ്കൾ ഇങ്ങനെ മറുപടി പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും. ആയതിനാൽ ഒരാൾ ശിക്ഷണങ്ങൾ തരുമ്പോൾ അതിനെ മാനിക്കൂ. എന്ത് പാഠം ആരിൽ നിന്ന് കിട്ടുന്നു അതിന് ബഹുമാനം കൊടുക്കൂ, ബഹുമാനത്തോടെ എടുക്കൂ, ബഹുമാനത്തോടെ അതിനുള്ളിൽ സൂക്ഷിക്കും. ഇന്നല്ലെങ്കിൽ നാളെ പാഠങ്ങൾ ഉപയോഗത്തിൽ വരും എന്നും അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്കെന്ത് ഓർമ്മ വേണം? ഒരിക്കലും ആരോടും അല്ലെ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും തെറ്റ് തിരുത്തി തരുമ്പോൾ, ഉപദേശം തരുമ്പോൾ, ഒരു മാർഗനിർദ്ദേശം തരുമ്പോൾ ഞാനങ്ങനെയല്ല, ആ കാര്യം അങ്ങനെയല്ല എന്നൊരിക്കലും മുഖത്തടിച്ച് പറയരുത്. ആദ്യം അവർ പറയട്ടെ, എന്തുപദേശമാണോ തരുന്നത് കേൾക്കുക. ഇന്നത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഭാവിയിലത് ഉപകാരപ്പെടും. കളർ വസ്ത്രങ്ങൾ ധരിച്ച് മുടി രണ്ടായി പിന്നിട്ട് നടക്കുന്നതായിരുന്നു എൻ്റെ ഇഷ്ടം. ഒരു ദിവസം രാത്രി ഞാൻ ബ്രിജീന്ദ്ര ദാദിയോടൊപ്പം മമ്മയോട് ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി റൂമിൽ പോയി. അപ്പോൾ മമ്മ എന്നോട് ചോദിച്ചു, സരള, ദേവിമാരുടെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ കുട്ടി? അപ്പം ഞാൻ ശരി പറഞ്ഞു. അതെ, അതിലെങ്ങനെയാണ് ദേവിമാർ മുടി എങ്ങനെയാണ് ഇട്ടിരിക്കണേ? ഞാൻ മിണ്ടാതെ നിന്നു. അപ്പോൾ മമ്മ പറഞ്ഞു, ഒരുപക്ഷെ ദേവിയുടെ മുടി അഴിഞ്ഞു കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പിന്നിയിട്ടിട്ടുണ്ടാവും. പക്ഷേ അത് രണ്ടായിട്ടല്ല, ഒന്നായിട്ടാണ് പിന്നിയിട്ടിരിക്കുന്നത്. ഇപ്രകാരം അമ്മ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഓരോ ചുവടിലും അവരവരുടെ മേൽ ശ്രദ്ധ പതിപ്പിക്കുന്ന തരത്തിലുള്ള ശിക്ഷണങ്ങൾ നൽകിയിരുന്നു. മമ്മ തന്നെയായിരുന്നു എന്നെ സാരി ഉടുക്കാൻ പഠിപ്പിച്ചത്, ഗുരുമുഖി എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത്. കേട്ടില്ലേ? നമ്മളാണെങ്കിൽ ചിലപ്പോൾ എന്ത് വിചാരിക്കും, കൊച്ചുകുട്ടികളല്ലേ, അവരുടെ ഇഷ്ടത്തിന് നടന്നോട്ടെ.
എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ ഫാഷൻ, കുട്ടിയല്ലേ, വലുതാകുമ്പോൾ ശരിയാകും. പക്ഷെ ബാബ മമ്മയുടെ ശിക്ഷണ രീതി അങ്ങനെയായിരുന്നില്ല. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് സ്നേഹത്തോടെ അവർക്ക് എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അപ്പം തന്നെ തിരുത്തി കൊടുക്കുമായിരുന്നു. ചുട്ടയിലെ ശീലം ചുടൽ വരെ എന്നല്ലേ പറയാം. കുട്ടിയല്ലേ പറഞ്ഞ് നമ്മൾ വിട്ടാൽ കുട്ടിക്കാലത്തുള്ള തെറ്റുകൾ വലുതാകുന്നതിനനുസരിച്ച് ആ തെറ്റുകളുടെയും വലിപ്പം കൂടും. അതുകൊണ്ട് കറക്ഷൻ എന്ത് കൊടുക്കണമോ കുഞ്ഞുനാളിൽ തന്നെ കൊടുത്താൽ അത് അവർ ഉള്ളുകൊണ്ട് സ്വീകരിക്കുകയും ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും. അതായിരുന്നു മമ്മയുടെയും ബാബയുടെയും ഹാൻഡ്ലിംഗ് രീതി. അതുകൊണ്ടാണ് കൊച്ചു കൊച്ചു കുട്ടികളെ മമ്മ ബാബ ഇത്ര യോഗ്യരാക്കിയത്. അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുകയായിരുന്നില്ലേ, അവരെ ബാബയുടെ രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടുവന്നു. ഓം ശാന്തി. चरणों में जगह मांगी थी, हमें दिल में बसा लिया। चरणों में जगह मांगी थी, हमें दिल में बसा लिया। थे एक नजर के प्यासे, नजरों में समा लिया। आपका शुक्रिया, आपका शुक्रिया, आपका शुक्रिया, आपका शुक्रिया। वरदान भरी दृष्टि से हमें बनाया त्रिकालदर्शी। वरदान भरी दृष्टि से हमें बनाया त्रिकालदर्शी। जन्मों के पुण्य फले हैं प्रभु दया